സ്ക്രിപ്റ്റ് എന്ന് പറയണം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാരണം കയറി ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി ആരെല്ലാം ആത്മഹത്യ ചെയ്താലും എനിക്ക് അറിയണ്ട. അത്രയും എല്ലാ സാധനങ്ങളും ഞാൻ പുറത്തു വിടും. ഞാൻ പുറത്ത് വിടണമെന്ന് വിചാരിച്ച കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പുറത്തു വിടും. ഓക്കെ, എനിക്ക് എൻ്റെ നിരത്തിന് തെളിയിക്കാണ്ട് കുറവില്ല. ഓക്കെ, ഈ ഞാൻ നിർത്തിയത് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലുള്ള 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞത് എവിടെ ആ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടാണെന്ന് ഇന്നലെ കാണിച്ചത്. ഇവൻ കാണിച്ചത് എൻ്റെ അക്കൗണ്ട് ആഡ് ചെയ്താണല്ലോ, അതേ അക്കൗണ്ട്. ഈ അക്കൗണ്ട് നമ്പർ അടിച്ച് നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ നമ്പർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കിയാൽ എങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ ചെയ്യും. ഇതിൽ വന്ന ഈ 46,000 രൂപ, ഓക്കെ, 46,000 എത്രയത് 40 ആ പൈസ, ആ 40 ചില്ലറ 1000 റുപ്യ എൻ്റെ അതായത് ഓൻ്റെ ഹിസ്റ്ററിൽ തന്നെ ഉണ്ടാവും. അത് ഓൺ ലൈവ് ചെയ്ത ഡേറ്റ് ക്രോസ് ചെക്ക് ചെയ്താൽ അത് ക്ലിയർ ആവും. ഓക്കെ, അത് ഓൻ്റെ ലൈവിൽ നിങ്ങൾ ചോദിക്കണം ഗൈസ്, അത് നിങ്ങൾ ചോദിക്കണം. ലൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കണം. ആ യൂട്യൂബ് അക്കൗണ്ട് എടുത്ത് യൂട്യൂബിൻ്റെ ആഡ്സെൻസ് അതിൻ്റെ പേയ്മെൻറ്റ് വന്ന ഹിസ്റ്ററിയോ നോക്കിയിട്ട് ഈ പൈസ ആരതിൽ ഓൺ ലൈവ് ചെയ്തതിൻ്റെ പൈസ അത് മുന്നേ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ ഓൾറെഡി ഉണ്ടായ പൈസ നിങ്ങൾ ചോദിക്കണം. ഇതാണ് എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസ. പിന്നെ രണ്ടാമത് വന്ന് 29,000 രൂപ. ഇത് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ യൂട്യൂബ് കണക്ട് ചെയ്യുന്നതിന് മുന്നേ വന്ന ആ ഒരു ചെറിയ പേയ്മെൻറ്റ് 29,000 രൂപ. അത് മാത്രമാണ് എൻ്റെ വന്നത്, 29,000 തൊലി. ഇത് ഇവൻ്റെ കയ്യിൽ ഞാൻ എറിഞ്ഞു കൊടുത്ത പൈസയാണ്. ഓക്കെ, അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നതാണ്. മനസ്സിലാ, അത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നത്. പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിക്കാത്തവന്മാരാണ്. മനസ്സിലാ, 3 എണ്ണത്തിന് ഷെമീർ മാത്രമല്ല, ഷെമീറിനെ മാത്രം ഞാൻ ഒരിക്കലും ഇതാക്കില്ല. 3 എണ്ണം പിശാചുക്കളാണ്. ഓക്കെ, 3 എണ്ണത്തിൻ്റെയും റിയൽ കോണം ഞാൻ മൊത്തം ഈ ലൈവ് തീരുന്നതിന് മുമ്പ് കാണിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, അല്ല ഇത് തീരട്ടെ, ജാസി പീസ് അതെല്ലാം പറഞ്ഞോ, ഇത് തീരട്ടെ. ഓക്കെ, 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞെടുത്ത് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. എവിടെ വന്ന പൈസ എവിടെ ഓനോട് ഹിസ്റ്ററി കാണിക്കാൻ പറഞ്ഞു. ലൈവ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി കാണിക്കാൻ പറഞ്ഞു, അതിലുണ്ടാവും. മനസ്സിലാവും. അതിന് ശേഷം ഓൻ്റെ എത്ര പൈസ വന്നെന്ന് എനിക്കറിയില്ല. ഓൻ്റെ ഒരു മാസം വന്ന പൈസ ഈ 30,000 രൂപ. എന്നിട്ട് ഈ ലക്ഷങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാസം ഓന് അത്ര ഇതാക്കി. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ബൂസ്റ്റ് കൊടുത്ത മാസം തോന്നുന്നു. ആ മാസമായിട്ട് എനിക്ക് കുറേ ആൾക്കാർ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് 1 ലക്ഷം രൂപ എടുത്താലും ഇത് റവന്യൂ കയറി. അതിൻ്റെതെല്ലാം ആ പൈസ എല്ലാം ഓൻ്റെ അക്കൗണ്ട് ഓൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബ് അക്കൗണ്ട് കണക്ട് ചെയ്തതിന് ശേഷം ഓൻ്റെയിലേക്കാണ് പോയത്. അതെല്ലാം എൻ്റെ പേരിലിട്ട് എന്നെ കള്ളനാക്കി. ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവർ കള്ളനാണ്, ഇത് ആരാ കളവ് പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇതിലെന്താ ഞാൻ ഫേക്ക് ചെയ്യുന്ന പറയുന്നത്? ഇതോ എടാ കേസ് കൊടുക്കണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫേക്ക് ചെയ്യുന്നത് കേസാ. ഞാൻ അന്നത്തെ മണ്ടത്തിൽ വന്ന് ചെയ്യോ? അത് വിവരാവകാശം എന്തെങ്കിലും വെച്ച് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും. ഓക്കെ, എന്തിനും ഞാൻ റെഡിയാ. എന്ത് സാധനം തുറന്നു കാണിക്കാൻ ഞാൻ റെഡിയാ. ഇവിടെ മൊത്തം ഓപ്പണാണ് കേസ്, മൊത്തം ഓപ്പണാണ്. ഒരു പേടി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് ഉണ്ട്. ഒരു പേടി ഈ കാര്യത്തിലില്ല. എനിക്ക് എൻ്റെ വിഷമം തരാം. ഞാൻ ഈ തപ്പി തടയുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ? ഇത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാൻ എനിക്ക് പേടിയുണ്ട്. കാരണം ഇവരുടെ ജീവിതം പോകും. പക്ഷേ അത് പറയാണ്ട് എനിക്ക് ഇത് ഇതാക്കാനും കഴിയില്ല, ഇത് തീർക്കാനും കഴിയില്ല. മനസ്സിലായോ? കാരണം ഇവിടുന്ന് 3 മാസം മുമ്പ് ഇവിടുന്ന് തെറ്റാനുള്ള കാരണം ഇത് നിങ്ങൾ അറിയണം ഗൈസ്. ഇത് നിങ്ങൾ അറിയണം. എല്ലാവരും അത്രയും പൊന്നു പോലെ, എൻ്റെ അനിയന്മാരെ പോലെ, എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഇവരെല്ലാം ജീവിതത്തിൽ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. മനസ്സിലായോ? പൊന്നു പോലെ ഞാൻ നോക്കിയത് എല്ലാവരും. പൈസക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നടക്കുന്നത് ബ്ലാക്ക് മെയിലാണ്. പക്ക ബ്ലാക്ക് മെയിൽ. മനസ്സിലാ, ഇന്നലെ ഇട്ട വീഡിയോ അടക്കം ഓൻ പറയുന്നുണ്ട് 20% ഞാൻ പുറത്തോട്ട് ഓൻ പറയാനുള്ളത് ഓൻ്റെ മാക്സിമം കളവിൻ്റെ എക്സ്ട്രീം എത്ര പറയേണ്ടത് അത് മൊത്തം പറഞ്ഞു തരും. മനസ്സിലായോ? എന്നിട്ട് 20% അതിൽ തന്നെ മനസ്സിലായിക്കൂടെ. ഇനി നാളെ ഈ വീഡിയോ വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കി പറയണമെന്ന് വെച്ചിട്ട് ഞാൻ പോയി നെഗോഷിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പറയും 20% ഇതാക്കി ബാക്കി 80% ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യല്ലോ. ഞാൻ ഒരു കാര്യം പറയില്ല, തീവ്രവാദികളുമായിട്ടും ചതിയന്മാരുമായിട്ടും നെഗോസിയേഷൻ ഇല്ല മോനെ. ചതി കൂടെ നിന്ന് ചതിക്കാൻ. ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നമുക്ക് അന്ന് നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നവൻ ചതിച്ചാണ്ടല്ലോ മോനെ. ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. കേട്ടോ കാര്യങ്ങൾ കേട്ടോ. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് കേസ്. എൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കും. എൻ്റെ പ്രൂഫ് ഇല്ലാത്ത കാര്യമല്ല ഇത്. ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇവൻ വെറുതെ പറഞ്ഞ് വിചാരിക്കരുത്. ഇത് കഴിഞ്ഞോടെ ഞാൻ പ്രൂഫ് കാണിക്കും. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം ഇവർ 3 പേരല്ല, ഇവർ 4-5 പേര്. അഖിലിനടക്കം ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്കറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അവർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷേ അതിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ നീ എന്താ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് അറിയോ? ആദിലുണ്ടല്ലോ, 18 വയസ്സാകാത്ത ആദിൽ ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞ് നാളെ ഇറക്കുന്ന പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയില്ല, അത് ഇറക്കുന്ന പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഡ്രഗ്സ് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസിനെ പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ, ജീവിതത്തിൽ നീ ഒന്നും മരിക്കുന്നവർ ഒന്നെങ്കിൽ നീ എല്ലാം തൂക്കിച്ചാവണം. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യൂല. കാരണം ഇത്രയും പ്രശ്നം ഇതായത് എനിക്ക് നിങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മതിയല്ല, ഇങ്ങനെ എനിക്ക് ചെയ്യാം. മനസ്സിലാവും? ഞാൻ ചെയ്യൂല. കാരണം ഇപ്പം ഞാൻ ചെയ്തത് ഞാനാ ചെയ്തെന്നുള്ളതിലേക്ക് തന്നെ വരും. ഞാനൊന്നും ചെയ്യൂല. മുത്തെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മുത്തെ കിട്ടുന്നിരിക്കല്ലോ, നീ എല്ലാം തീരും. ഞാൻ പറഞ്ഞത് കർമ്മയൊന്നും വേണ്ട, ഈ ലൈവ് തീരുന്നതിനുള്ളിൽ നീ എല്ലാം തീരും. മനസ്സിലാവും? അമ്മാതിരി പണിയാ ചെയ്തത് നീയല്ലോ. മനസ്സിലാവും? അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ട ആൾക്കാർ എന്നെ നെഗോഷിയേറ്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുക.
ആദിലിനെ വെച്ച് കേസ് പോക്സോ കേസ് ആദിൽ 18 വയസ്സായിട്ടല്ലോ, കേസ് സ്ട്രോങ് ആണല്ലോ. മമ്മൂനെ വെച്ച് ചെയ്ത് അത്ര ഇത് ഇമ്പാക്ട് കിട്ടൂല, ചിലപ്പം കേസ് ഇതായി പോകും. ആദിൽ 18 വയസ്സായിട്ടുള്ള പോക്സോ അല്ലേ, പോക്സോ കേസിൽ നിന്നെ പെടുത്തും. പൈസയാണ് വേണ്ടത് ഇവർക്ക്, പൈസ വേണം ഇവർക്ക്. പൈസക്ക് വേണ്ടിയിട്ട് ഇപ്പം ചെയ്യുന്ന എന്താ, പൈസ കിട്ടൂല എന്ന് ഉറപ്പായി ഇപ്പം ചെയ്യുന്ന എന്താ, ഇപ്പം റീച്ചിന് വേണ്ടിയിട്ട്. ഞാൻ കാര്യം പറ്റേ ഇവൻ പറയാനുള്ള കാര്യങ്ങൾ ഇവൻ എന്തിനാ കിക്കിൽ പോയിട്ട് പറഞ്ഞത്, ഇവന് യൂട്യൂബിൽ പറഞ്ഞൂടെ, കിക്കിൽ ലൈവ് ഇട്ടിട്ട് എന്തിനാ പറഞ്ഞത്? കിക്കിലെ പേയ്മെന്റ്സ് അറിയാം നിങ്ങൾക്ക്? അല്ല ഞാൻ കാര്യം പറ്റേ, ഈ 3 മാസം മുമ്പ് ഇടുന്ന അടിച്ച് പിരിഞ്ഞ് ഞാനുമായിട്ട് അത്രയും ദേഷ്യത്തിലുള്ള ആൾക്കാരാണല്ലോ ഇവർ, എന്നെ കണ്ടുകൂടാത്ത ആൾക്കാരാണല്ലോ ഇവർ. ഇവർ ഒരാഴ്ച മുമ്പ് എനിക്ക് അയച്ച ഓടിയാണ്. ഓക്കെ, ഒരാഴ്ച മുന്നേ ഷമീർ അയച്ച ഓടിയാണ്. ഷമീർ ഓക്കെ, നീ അത് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി കിക്കിൽ ലൈവ് ചെയ്യുന്നു. നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ലൈവിൽ ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്താൽ ഈ കിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 റുപ്യാണ് 2 മണിക്കൂറിൽ. അത് 4-5 മണിക്കൂർ കൂടുമ്പോൾ 30,000-35,000 റുപ്യ കിട്ടും. 2K വാച്ചിങ്ങിലാന്ന് ഞാൻ പറയുന്നത് ആലോചിക്കണം. അപ്പോൾ ഒരു മാസം 2K വാച്ചിങ്ങിൽ 3-4 മണിക്കൂർ ലൈവ് ചെയ്താൽ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ 30-35 ലക്ഷം റുപ്യാണ് ഒരു മാസം. മനസ്സിലായോ? എന്നോട് ദേഷ്യമുള്ള ആൾക്കാർ ഓക്കെ സ്ക്രിപ്റ്റ് എയും ഈ ലൈവ് തീരുന്നവരെ വന്നോട്ടെ, ഇതെങ്ങനെയാണ് എ ആകുന്നത്? എ വെച്ച് അങ്ങനെ ഇവൻ്റെ സൗണ്ട് ഓക്കെ, ഇവൻ്റെ സൗണ്ട് അല്ല, കുറച്ച് വേറൊരു സാധനം ഉണ്ട്, ഇപ്പം ഞാൻ പറയുന്നില്ല. അതും കൂടി കാണുമ്പോൾ അതും എ എന്ന് പറയണം കേട്ടോ, അതും എ തന്നെ പറയണം. ഓക്കെ, ഒരു ബോംബനൊക്കെ ഇടാനുണ്ട്, അതും എ തന്നെ പറയണം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെ നടന്ന ഈ ഗാങ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇപ്പൊ ഷമീർ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താന്ന്, ഓൻ എൻ്റെ അത്രയും പ്രിയപ്പെട്ടവനാന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ? ഷമീറിനെ കയറ്റി കൊണ്ടുവരാൻ. ഏതെങ്കിലും ഒരുത്തനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ ഓന് കയറും, ഓന് റീച്ച് കയറില്ല. അതേപോലെ തന്നെ ആദിൽ ഏതെങ്കിലും ഒരുത്തനാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഓന് റീച്ച് കയറില്ല. എൻ്റെ അനിയനാന്ന് എനിക്ക് പറയണം. അതായിരുന്നു നമ്മുടെ സ്ക്രിപ്റ്റ്. അതാ എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലാൻ ചെയ്തതാ. അപ്പം ഓൻ എൻ്റെ അനിയനാന്ന് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡിസ്റ്റന്റ് കസിനാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്നത്തെ ഓൻ ആദ്യമായിട്ട് ലൈവിൽ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഡിസ്റ്റന്റ് കസിനാണ് ആദിൽ ഞാൻ പറഞ്ഞു. ഓൻ്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചു, ഓൻ്റെ ഉമ്മയിലായിട്ട് ഞാൻ നല്ല അടുപ്പത്തിലായിരുന്നു ആ സമയത്ത്. ഓക്കെ, അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല. ആ സമയത്ത് ഞാൻ ഒരു ഉമ്മാനോട് ചോദിച്ചു, ഇവനെ ഞാൻ ഇവിടെ എൻ്റെ ഒന്നിച്ച് നിർത്തിക്കുമ്പോൾ ആൾക്കാർ ചോദിച്ചാൽ ഞാൻ എൻ്റെ കസിനാന്ന് പറഞ്ഞോട്ടെ ചോദിച്ചു. പറഞ്ഞോന്ന് പറഞ്ഞു. കാരണം 18 വയസ്സായിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇത് എന്തെങ്കിലും ഇഷ്യൂ ലീഗൽ ഇഷ്യൂ ഏതോ വന്നില്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള ലെവലിൽ എനിക്ക് നോക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ കസിനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എൻ്റെ കസിനാന്ന് പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് അത്രയും ഫോളോവേഴ്സ് കയറിയത്, അല്ലെങ്കിൽ ആൾക്കാർ അത്രയും കയറിയത് അല്ലേ? ഇതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഓരോ കാര്യങ്ങളും അവരവരെ ആവശ്യത്തിന്, അവരവരെ റീച്ചിന്, അവരവരെ കാര്യങ്ങൾക്ക് വേണ്ടി. അസ്പാക്കിൻ്റെ കാര്യം, അസ്പാക്ക് എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളാണ്. എടാ അസ്പാക്കൽ എപ്പോൾ വന്നതെന്നറിയോ? അസ്പാക്കിൻ്റെ കേസ് അതല്ല ലാസ്റ്റ് പറയാം. അസ്പാക്കിൻ്റെ എല്ലാം കേസ് പറയാൻ തുടങ്ങിയാണ്ടല്ലോ, എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഓരോ സ്ക്രിപ്റ്റ് ആക്കി, ഇവനിക്കിത് എന്നെല്ലാം പറഞ്ഞതാക്കിയിട്ട് ലാസ്റ്റ് എല്ലാം ആയപ്പോൾ സ്ക്രീൻ ഷെയർ എന്താ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടത്? ഷമീർ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം, ഡേറ്റ് ഞാൻ കാണിച്ചു തരാം. മൺഡേ 25 മെയ്. ഓക്കെ, മൺഡേ 25 മെയ്യിൽ ഇവൻ അയച്ച ഓഡിയോ ഓൻ അത് ഡിലീറ്റ് ഫോർ എവരി വൺ ഓൻ അടിച്ച്. ഓക്കെ, ഡിലീറ്റ് ഫോർ എവരി വൺ 25 മെയ്യിൽ ഇവൻ അയച്ച ഓഡിയോ ആണത്. ഓക്കെ, ഇതിന് ശേഷമുള്ള ഒരാഴ്ച മുമ്പുള്ള സാധനമുണ്ട്. ഓക്കെ, ഒരാഴ്ച മമ്മൂൻ്റെ വോയിസിലുണ്ട്. ഓക്കെ, 25 മെയ്ക്ക് ഇവൻ അയച്ച ഓഡിയോ ഇവൻ ഡിലീറ്റ് ചെയ്ത്. അത് ഞാൻ ഓൾറെഡി ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു ഇത്. നീ അത് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി 6 മിനിറ്റിന്റെ മൊത്തം ഓടിയായിരുന്നു. അതിൽ കട്ട് ചെയ്തിട്ട് ഇവൻ കിക്കിന്റെ റവന്യൂ എന്നോട് എന്തിനു പറയണം? അത് കാണിക്കാൻ വേണ്ടി കറക്റ്റ് ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഞാൻ കാര്യം പറ്റേ. ഇതിലുള്ള ഞാൻ പറഞ്ഞില്ല 3152 ഓഡിയോസ് ഉണ്ട്. ഓക്കെ, ഈ ഓഡിയോസ് മൊത്തം ഞാൻ കേൾപ്പിച്ച് തരുമ്പോഴേക്ക് മണിക്കൂറുകളും ദിവസങ്ങളും എടുക്കും. അതുകൊണ്ട് ആവശ്യമുള്ളത് കറക്റ്റ് സമയത്ത് കട്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഓഡിയോസും വീഡിയോസും വരാനുണ്ട്. ഓക്കെ, സൗണ്ടോ ഷമീറിന്റെ സൗണ്ട് ഓക്കെ. അപ്പോൾ ഫുൾ ഓഡിയോ കേട്ടാലോ? നമുക്ക് ഫുൾ ഓഡിയോ കേട്ടാലോ ഗൈസ്? എനിക്ക് ആരൊക്കെ നമ്പറാ ലീക്കാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഞാൻ തുറക്കുമ്പോൾ ഇതാ റിയൽ 6 മിനിറ്റിന്റെ റിയൽ ഓഡിയോ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്തിടാൻ പറ്റും. ഇതിൽ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടത്. നീ അത് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഞാൻ 2-3 ദിവസമായി കിക്കിൽ ലൈവ് ചെയ്യുന്നു. നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ലൈവിൽ ഒരു 2 മണിക്കൂർ ലൈവ് ചെയ്താൽ ഇതുണ്ടോ 26 മെയ്, അതായത് 25 മെയ്ക്ക് മെസ്സേജ് അയച്ച് അന്ന് രാത്രി തന്നെ 12 മണി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടതാ. എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഫോർവേഡ് ചെയ്തിട്ടതാ. ഓക്കെ, ഈ കിക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന പൈസ, ഒരാൾക്ക് കിട്ടാൻ പോകുന്ന പൈസ 25,000 റുപ്യാണ് 2 മണിക്കൂറിൽ. അത് 4 ഓൾഡ് വോയിസോ ഇവൻ കിക്കിൽ എപ്പോൾ ചെയ്യാൻ തുടങ്ങി? ആലോചിക്കും. ഇവൻ എപ്പോൾ കിക്കിൽ ഡേറ്റെല്ലാം ആലോചിക്കും. ഫോർവേഡ് ടുഡേ, അതായത് കട്ട് ചെയ്തിട്ട് ഇന്ന് ഫോർവേഡ് ചെയ്തു. അതായത് 26 മെയ്ക്ക് ഇത് നോക്കിതാ ഇതാണ് വോയിസ്. 26 മെയ്ക്ക് ഫോർവേഡ് ചെയ്ത സാധനം ഇന്ന് എനിക്ക് ഇതിന് കറക്റ്റ് ആവശ്യമുള്ള സാധനം കട്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ കട്ട് ചെയ്ത സാധനം ഫോർവേഡ് ചെയ്തിട്ടു. ഓക്കെ, ഈ ഫുൾ ഓഡിയോ കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ ഇത് ഞാൻ ഇതിൽ പ്ലേ ചെയ്യാൻ വേണ്ടി ഇവൻ തന്നെ പ്രശ്നമുള്ള ആള് എന്നോട് ഇത്രയും പ്രശ്നമുള്ള ആള് എന്തിനാണ് എന്നോട് സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുന്നത്? തിരിച്ച് എൻ്റെ കയറാനും ഇവര് പല രീതി നോക്കി. നെഗോഷിയേറ്റ് ചെയ്ത് എൻ്റെ പൈസ കിട്ടൂലെന്ന് ഉറപ്പായപ്പോൾ എല്ലാം മറന്നിട്ട് ഞാൻ തിരിച്ച് ഇവരെ കൂടെ ആവണം, പഴയ പോലെ ആവണം.